നാലാമത്തെ ബാച്ചിലുണ്ടായിരുന്നാണ്. എത്ര വെയിറ്റ് കുറഞ്ഞായിരുന്നു? 13.5 കിലോ. 13.5 കിലോ. അപ്പോൾ നമ്മുടെ 74ാമത്തെ ബാച്ചിലുള്ള ആളാണ്. കൊച്ചിയിൽ, എറണാകുളമാണ് സ്ഥലം. അപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് നേരത്തെ ഒന്ന് റിവ്യൂ എടുക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാനിവിടെ ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫംഗ്ഷന് വന്ന് അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ഓടി വന്ന് കാണാൻ വന്നതാണ്. അപ്പം 74ാമത്തെ ബാച്ചിലുണ്ടായിരുന്നാണ്. എത്ര വെയിറ്റ് കുറഞ്ഞായിരുന്നു? 13.5 കിലോ. 13.5 കിലോ. നമ്മുടെ ഡയറ്റിന് എന്തുവാ പറയണം? നമ്മുടെ ഡയറ്റിനെ പറ്റി അതിനെക്കുറിച്ച് പറയാനെങ്കിൽ എനിക്ക് തലറക്കം ഉണ്ടായിരുന്നു, പിന്നെ എപ്പോഴും ക്ഷീണമായിരുന്നു, ഇങ്ങനെ കിടക്കണം ആ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ 1.5 മാസത്തോളം ജിമ്മിൽ പോയി, അവിടെ ചെന്നിട്ട് കുറവൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് അങ്ങനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്ത് ഞാൻ ആദ്യം ബ്രോയോ ആയിട്ടായിരുന്നു. അതെ അതെ, അതാണ് ഏറ്റവും നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു 50% നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യുന്നവരുടെ കയ്യിലാണ് 50%. എന്നാലും അല്ല, അത് തന്നെയല്ല, നിങ്ങളുടെ ആ ഇതാണ് ഡയറ്റ് കറക്റ്റ് പറഞ്ഞു തരുന്നതിൻ്റെതും ഞങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നതുമാണ് നമുക്ക് പറ്റും. പിന്നെ ഞാൻ പിന്നെ എക്സസൈസ് ചെയ്തതും തസ്നിയുടെ വീഡിയോ തന്നെ. ഞാൻ ജിമ്മ് നിർത്തി എന്ന് പറഞ്ഞില്ല, ഞാൻ അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് ആദ്യം നടക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 100 മീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കിതച്ച് തീരെ പറ്റില്ല, എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഞാൻ ദിവസം 4 കിലോമീറ്റർ നടക്കും, ഒരു ക്ഷീണമൊരു കിതപ്പോയില്ല. അതൊരു ഭയങ്കര ഇതാണ്. ഞാനിപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എക്സസൈസും ചെയ്യും. പിന്നെ ഫുഡ് അത് എന്താ പറയുക, നിങ്ങളുടെ സ്മൂത്തി നമ്മുടെ ഡയറ്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സാധാരണ ഒരു ഡയറ്റ് ഇപ്പോൾ പറഞ്ഞു ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു, ഇതിൽ വന്നതിന് ശേഷമുള്ള ഫീൽ ഒന്നും? എനിക്ക് ഭയങ്കര ഉത്സാഹം, ക്ഷീണമില്ല. എനിക്ക് മറ്റേ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു വേണ്ട ഒന്ന് പുറത്ത് ടൗണിലൊന്നും ഇറങ്ങിയാൽ മതി, അപ്പോഴേ തളർന്ന് കിടക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഞാനിങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും, അയ്യോ ഇങ്ങനെ ഇത്രയും സ്പീഡിൽ നീ ഓടല്ലേന്ന്. അപ്പോൾ ഞാൻ പറയും ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര എനിക്ക് ഹെൽത്തിയാണ്. അല്ല, നമുക്ക് എന്താ പറയുക, ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ സാധാരണ ഡയറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, ക്ഷീണം എന്നുള്ളൊരു പരാതി. അത് മാറി, അത് ഒരാഴ്ച കൊണ്ട് തന്നെ അത് റെഡിയായി. പിന്നെ നമുക്ക് എന്തിനോടും എന്ത് ചെയ്യാന്നുള്ളൊരു ഇത് വരും. അത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞില്ലേ ഗ്രൂപ്പില്, നമ്മുടെ ഗ്രൂപ്പിന്റെ ആ ഒരു ഇതാണ് കേട്ടോ ആള്. ബ്രോയോട് പറയാൻ പറ്റില്ല, എപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഉത്തരവ്. അതിലെനിക്ക് ഒരു ഇതില്ല, ക്രെഡിറ്റ് ഇല്ല. എല്ലാരും ഇവിടെ ഞാനാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ആളിതാണ് കേട്ടോ. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും കുറേ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. കുറേ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇതിൽ സാധാരണ ഈ പറഞ്ഞ എനിക്ക് നല്ല റിവ്യൂസ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എല്ലാവർക്കും ഒരു പേടിയല്ലേ എന്ത് ഡയറ്റ് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ നേരിട്ടുള്ള റിവ്യൂസ് എടുക്കുന്നത്. എനിക്ക് 78 ഉണ്ടായിരുന്നു. അത് പിന്നെ 80 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ പട്ടിണിയൊക്കെ ഇടുന്നിട്ട് അത് 78ലേക്ക് എത്തിച്ചപ്പോൾ ഇപ്പം 64 ആയി. ഓക്കെ, 13.5 കിലോ ആണ് വെയിറ്റ് പറഞ്ഞിരിക്കുന്നത്. 159. ഐഡിയൽ വെയിറ്റിനോട്ട് എത്തിയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി കുറയ്ക്കാം. ഇവരൊക്കെ പറയുന്നത് ഇപ്പം നിർത്താന്നാണ് പറയുന്നത്. ഇവിടേക്ക് ഇങ്ങനെ തെളിയാൻ തുടങ്ങിയല്ലോ. ഈ 13.5 കിലോ കുറഞ്ഞ ആളാണ് ഞാൻ ഫേസിൽ കണ്ടറിയാൻ പറ്റുമോ? ഇല്ല, ഫേസ് ഒക്കെ സത്യം പറഞ്ഞാൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. എല്ലാവരും ഭയങ്കര ഒന്നുമില്ല, നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അത് ഡേറ്റ് കഴിയുന്നത് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നിനും പോകാണ്ട് ഇതിൽ തന്നെ ചേരുന്നതാണ്. നാത്തൂർ കിച്ചണിലെല്ലാം ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങളുടെയൊക്കെ അനുഭവമാണ്. എല്ലാവരും കഴിവതും ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായും. താങ്ക് യു. ഒരുപാട് സന്തോഷം. വന്ന് ചെയ്തായിരുന്നു. അപ്പം എനിക്ക് കൊളസ്ട്രോൾ, തൈറോയ്ഡ് ഒക്കെ ഉണ്ടായിരുന്നു. തൈറോയ്ഡ് ഹൈപ്പർ കാണിച്ചത് അതിന് മുന്നേ ചെയ്തപ്പോൾ ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഒന്ന് നമുക്കൊരു മാസം കൂടെ നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഇത് സ്മൂത്തി തുടങ്ങി ഞാനൊരു 1.5 മാസം പിന്നെ എക്സസൈസ് കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തൈറോയ്ഡ് നോർമൽ, കൊളസ്ട്രോൾ നോർമൽ, അതെല്ലാം അങ്ങനെ ഓക്കെ ആയി. അല്ല, ഇന്നലെ എന്നോട് ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് വെച്ചു ഫാറ്റി ലിവർ ഗ്രേഡ് 3 മറ്റോ സ്റ്റേജ് എങ്ങാണ്ടാണ്. അപ്പം ഡോക്ടർ പറഞ്ഞ് മെഡിസിനോ ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ വിശ്വാസമാണ്, ഞാൻ ഇത് കഴിച്ചിട്ട് പിന്നീട് ഒന്ന് സ്കാൻ ചെയ്താൽ പോരെ. ഞാൻ പറഞ്ഞു ഡോക്ടർ പറയുന്നത് കൂടെ കേൾക്കണം, ഒരിക്കലും നമുക്ക് ആ ഒരു ഇതിലോട്ട് എത്താൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറയാം വേണ്ട, അതൊരു സെക്കൻഡ് ഇതായിട്ടിരിക്കട്ടെ, ഞാൻ ആദ്യം ഈ ഡയറ്റ് ഒന്ന് ചെയ്യാം, 1 മാസം കഴിഞ്ഞൊന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. നിങ്ങളുടേത് പറയാതെ പറ്റില്ല, കാരണം നമ്മൾ വേറെ എവിടെ ട്രൈ ചെയ്താലും ഇത്രയും റിസൾട്ട് കിട്ടില്ല. ഒത്തിരി താങ്ക്സ്. ഈ ഒരു നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഡയറ്റ് വന്നവരാരും ഞങ്ങളെ വിട്ട് പോകത്തില്ല, അത് തീർച്ചയാണ്.